വർഷം 1992 മെയ് 30 തമിഴ്നാട്ടിലെ ചിദംബരം അണ്ണാമലൈ ഡെന്റൽ കോളേജിന്റെ സമീപത്തുള്ള ഒരു റോഡിൽ കൂടെ ഒരു വാഹനം ഇരുട്ടിനെ വകഞ്ഞു മാറ്റി അത് വേഗത്തിൽ കുതിക്കുകയാണ്. സമയം ഏതാണ്ട് വെളുപ്പിന് 3 മണി. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നെങ്കിലും പത്മിനി ഈ വാഹനത്തിന്റെ സൗണ്ട് കേട്ട് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ചാടി എഴുന്നേറ്റ ആ സ്ത്രീ തന്റെ ഭർത്താവായിട്ടുള്ള നന്ദകുമാറിനെ വിളിക്കുകയാണ്. നന്ദകുമാർ ചാടി എണീറ്റപ്പോൾ നന്ദകുമാർ ആദ്യം ചോദിച്ചത് നേരം വെളുത്തോ എന്നാണ്. അപ്പൊ പത്മിനി പറഞ്ഞ്, അല്ല ചേട്ടാ, നേരം വെളുത്തല്ല, നമ്മുടെ വീടിന്റെ പുറത്തായിട്ട് ഒരു വാഹനം നിർത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് കേട്ടതും നന്ദകുമാർ പറഞ്ഞു, ഈ വെളുപ്പാങ്കാലത്ത് ആരാണ് നമ്മളെ തേടി വരാൻ? അതാ റോഡിലൂടെ പോയ ഏതെങ്കിലും വാഹനമായിരിക്കും, നീ കിടക്കൂ എന്നും പറഞ്ഞിട്ട് അവർ കിടക്കാൻ തുടങ്ങുന്ന സമയം അവരുടെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം പരിഭ്രാന്തിയോടെ നോക്കിയ ശേഷം നന്ദകുമാർ പതുക്കെ എണീറ്റ് വാതിൽ തുറക്കാൻ പോവുകയാണ്. ആ സമയം പത്മിനി ആകെ പേടിച്ച് നന്ദകുമാരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്ദകുമാർ വാതിൽ തുറന്നതും രണ്ടുപേർ ചാടി നന്ദകുമാരെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. വളരെ അസഭ്യമായ ഭാഷയിൽ അയാളെ അവർ തെറി വിളിക്കുന്നുണ്ട്. തന്റെ ഭർത്താവിനെ വലിച്ചുകൊണ്ടു പോകുന്ന ഈ രംഗം കണ്ട പത്മിനി വാതിലിന്റെ സമീപത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്, ആ വന്നിരിക്കുന്ന ജീപ്പ് പോലീസിന്റേതാണ്. അവളൊന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് നന്ദകുമാറിനെ വണ്ടിയിൽ വലിച്ചിട്ട് വന്നതിന്റെ ഇരട്ടി വേഗത്തിൽ ആ ജീപ്പ് മടങ്ങി പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു പോയ ആ സ്ത്രീ ആ വാഹനത്തെ തന്നെ നോക്കിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത പരിഭ്രാന്തിയോടെ ആ പെൺകുട്ടി ആ വീടിനുള്ളിൽ സമയം ചെലവഴിക്കുകയാണ്. നേരം പരപര വെളുത്തപ്പോൾ തന്നെ അവൾ നന്ദകുമാറിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നന്ദകുമാറിന്റെ വീട്ടിൽ ചെന്നിട്ട് അമ്മായിമ്മയോടും അനിയനോടായിട്ട് പറയുകയാണ്, ഭർത്താവിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയി, നമുക്ക് കഴിയും വേഗം സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ വളരെ നിസ്സംഗതയായിട്ട് പറയുകയാണ്, നീ എന്തായാലും അവനൊരു ഗ്ലാസ് ചായയുമായിട്ട് സ്റ്റേഷനിലേക്ക് പോകുമെന്ന് പറയാണ്. ഈ മറുപടി കേട്ട പത്മിനിക്ക് അത് ഒട്ടും ദഹിച്ചില്ലെങ്കിൽ പോലും അവൾ തന്റെ ഭർത്താവിന്റെ സഹോദരന്റെ അടുത്തേക്ക് വന്നിട്ട്, അനിയ, നീയെങ്കിലും കൂടെ വരൂ എന്ന് പറയുകയാണ്. ഇത് കേട്ടതും അയാൾ പറഞ്ഞ മറുപടി ഈ പെൺകുട്ടിയെ വല്ലാതെ സങ്കടപ്പെടുത്തുകയാണ്. മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ചേച്ചി, ഒരു മോഷണ കുറ്റത്തിനാണ് ചേട്ടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ കേസിൽ തന്നെ എന്നെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും, ചേച്ചി പോവൂ എന്ന് പറയുകയാണ്. ഇതിനുശേഷം നടന്ന സംഭവങ്ങൾ തമിഴ്നാടിനെ തന്നെ പിടിച്ചു കുലുക്കിയ വലിയ ഒരു വിവാദമായി മാറുകയായിരുന്നു. പിന്നീട് 20 വർഷക്കാലം ഈ പത്മിനി എന്ന് പറയുന്ന സ്ത്രീ ഇതേ കേസിന്റെ പുറകെ നടക്കേണ്ടി വരുമെന്ന് അന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതുമാത്രമല്ല, വലിയൊരു ഗ്യാങ് റേപ്പും ഒപ്പം തന്നെ ഒരു കൊലപാതകവും ഇതിന് പിന്നാലെ അരങ്ങേറി. കേട്ടിരുന്നാൽ തന്നെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കഥയാണ് പത്മിനിയുടേത്. ക്രൈം ഡിറ്റക്റ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് റിബിൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ, നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും ഒപ്പം തന്നെ ലൈക്കും കമന്റും തരാനും ഒട്ടും മടി കാണിക്കില്ല എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ അമ്മയും സഹോദരനും തൻ്റെ ഒപ്പം വരില്ല എന്നും മനസ്സിലാക്കിയ പത്മിനി തന്റെ ഭർത്താവിനുള്ള ചായയുമായിട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസുകാരനെ കണ്ട് ചായ കൊടുക്കുകയാണ്. പോലീസുകാരനെ അകത്ത് പോയി ഒഴിഞ്ഞ ആ പാത്രവുമായി വന്ന ശേഷം അവളോട് പറഞ്ഞു, നീ എന്തായാലും അവന് കഴിക്കാൻ കൂടി എന്തെങ്കിലും കൊണ്ടുവരൂ എന്ന്. പത്മിനി നേരെ വീട്ടിൽ വന്ന് തന്റെ ഭർത്താവിന് കഴിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. സ്റ്റേഷനിൽ ചെന്ന സാധനങ്ങൾ കൊടുത്തിട്ട് ആ ഉദ്യോഗസ്ഥൻ തിരിച്ചു വന്നപ്പോൾ പത്മിനി ചോദിച്ചു, എനിക്ക് തന്റെ ഭർത്താവിനെ കാണാൻ സാധിക്കുമോ? അദ്ദേഹത്തെ കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം അവൻ നല്ല രീതിക്ക് എന്റെ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ കാണൽ നടക്കില്ല, കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. നീ പോയിട്ട് അവൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറയുകയാണ്. ഇത് കേട്ടതും ഈ സ്ത്രീ വല്ലാതെ സങ്കടപ്പെട്ടു. അതിന് കാരണം എന്ന് പറയുന്നത് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ രീതിക്ക് തന്റെ ഭർത്താവ് വലിയ രീതിക്കുള്ള മർദ്ദനത്തിന് ഇരയായി എന്നുള്ളത് അവൾക്ക് മനസ്സിലായത് കൊണ്ടാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അവൾ തന്റെ വീട്ടിലെത്തി കുറച്ചു നേരം ഒന്ന് ഇരിക്കുകയാണ്. തലേ ദിവസം ഒട്ടും ഉറങ്ങാത്തതിനാൽ തന്നെ അവൾ ആ ഇരുന്ന പാടെ ഉറങ്ങിപ്പോവുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്തോ വലിയ പ്രഹരമേറ്റ പോലെ ചാടി പേടിച്ച് അവൾ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്നപ്പോൾ അവൾ കണ്ട കാഴ്ച താൻ അടച്ചിട്ടിരുന്ന വാതിൽ തുറന്നു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ തന്റെ മാറിടങ്ങളിൽ വല്ലാത്ത വേദനയും അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരു നിമിഷം ആ പെൺകുട്ടിക്ക് വേണ്ടി വന്നു. അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പോലീസ് വേഷധാരിയായിട്ടുള്ള ഒരു വയസ്സനായിട്ടുള്ള പോലീസുകാരൻ വലിയ ദണ്ടുമായിട്ട്, പോലീസുകാരുടെ വടിയുമായിട്ട് അവളുടെ
മുന്നിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഉറങ്ങിക്കിടന്ന അവളെ അയാൾ ആ വടി ഉപയോഗിച്ച് മാറിടങ്ങളിലേക്ക് അടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവളെ വലിച്ചിഴച്ചുകൊണ്ട് വളരെ മോശമായ രീതിക്ക് ഒരു സ്ത്രീയോട് പറയാൻ പറ്റാത്ത ഭാഷയിലുള്ള തെറികൾ പറഞ്ഞുകൊണ്ട് അവളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പുറത്തു ചെന്ന അവൾ കണ്ടത് 2 ഓട്ടോകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. അതിൽ തൻ്റെ ഭർത്താവായിട്ടുള്ള നന്ദകുമാറും ഒപ്പം തന്നെ സുബ്രഹ്മണ്യ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും ആ ഓട്ടോയിലുണ്ട്. അതിന് പുറകിലായുള്ള ഓട്ടോയിൽ കുറച്ച് പോലീസുകാരും ഉണ്ട്. നന്ദകുമാറും സുബ്രഹ്മണ്യവും ഉള്ള ഓട്ടോയിലേക്കാണ് പത്മിനിയെ ആ പോലീസുകാരൻ കയറ്റിയതും. തന്റെ ഭർത്താവിനെ കണ്ടതും ആ പെൺകുട്ടി വല്ലാതെ കരഞ്ഞു പോവുകയാണ്. കാരണം തന്റെ ഭർത്താവ് നല്ല രീതിക്ക് മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. അതിന്റെ എല്ലാ പാടുകളും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. വളരെയധികം അവശനായിട്ടുണ്ട്. അവൾ തന്റെ ഭർത്താവിന്റെ അവസ്ഥ ആലോചിച്ച് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടി അണ്ണാമലൈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുകയാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടനെ തന്നെ നന്ദകുമാറിനെ അവര് ലോക്കപ്പിലേക്ക് അടക്കുകയാണ്. അതിനുശേഷം അതിലൊരു പോലീസുകാരൻ പത്മിനിയെ അയാളുടെ കയ്യിലുള്ള ആ വടി ഉപയോഗിച്ച് വീണ്ടും അവളുടെ മാറിടങ്ങളിൽ ശക്തമായിട്ട് അടിക്കുകയാണ്. അതേസമയം തന്നെ അവളുടെ ബ്ലൗസുകൾ ഉരിഞ്ഞു മാറ്റുകയാണ്. അടികൊണ്ട വേദനയാലും തൻ്റെ മേൽവസ്ത്രം നഷ്ടപ്പെട്ട അപമാനത്താലും അവൾ തല കുനിച്ചു നിന്ന് കരയുകയാണ്. ഇതേ സമയം ലോക്കപ്പ് ചെയ്യപ്പെട്ട നന്ദകുമാർ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. സാർ, നിങ്ങൾ പറയുന്ന എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഞാൻ സമ്മതിക്കാം, എൻ്റെ ഭാര്യയെ ഒന്നും ചെയ്യരുത് എന്ന് പറയുകയാണ്. എന്നാൽ മനുഷ്യ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ക്രൂരമായ ഏതോ മൃഗത്തിന്റെ സ്വഭാവമുള്ള ആ പോലീസുകാർ അതിനെ ഒന്നും ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല, അവളെ കളിയാക്കി ചിരിക്കുകയും കമന്റ് അടിക്കാനും തുടങ്ങിയാണ്. ആ സമയം നന്ദകുമാർ വീണ്ടും ആ ലോക്കപ്പിൽ കിടന്ന് പൊട്ടിക്കരയുകയായിരുന്നു. ഇനി ഈ കഥയിൽ വരാൻ പോകുന്ന ഭാഗങ്ങൾ നിങ്ങളൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും കേൾക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. കാരണം അത്രമേൽ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതിനുശേഷം പത്മിനിയെ ഒരു പോലീസുകാരൻ നിലത്തേക്ക് തള്ളിയിടുകയാണ്. അതിനുശേഷം തൻ്റെ കയ്യിലിരുന്ന ലാത്തി ഉപയോഗിച്ച് അവളുടെ സ്വകാര്യ ഭാഗത്തിന്റെ ഉള്ളിലേക്ക് ഈ ലാത്തി കടത്താൻ ശ്രമിക്കുന്നതിനിടെ അയാൾ പറയുകയാണ്, ഇത് എത്ര ആഴത്തിൽ പോവുമെന്ന് നമുക്ക് കണ്ടറിയാമെന്ന അസഭ്യമായ വാർത്തകൾ ഉപയോഗിച്ച് അവരാ പ്രവൃത്തി ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തനിക്കേറ്റ കടുത്ത അപമാനത്താലും അസഹനീയമായ വേദനയാലും പത്മിനി അവളുടെ നെഞ്ച് പൊട്ടുമാറ് നിന്ന് കരയുകയാണ്. പക്ഷെ ഇതേ സമയം തന്നെ ഈ പോലീസുകാർ വലിയൊരു ആസ്വാദനം എന്ന രീതിക്കാണ് ഈ പ്രവർത്തികളെല്ലാം ചെയ്തു വരുന്നത്. ഈ പ്രവൃത്തി ആ പോലീസുകാരൻ ഒരു വട്ടമല്ല ചെയ്തത്, പല തവണ ഇതേ പ്രവൃത്തി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം വൈകിട്ടാവുകയാണ്. ഇതേ സമയം തന്നെ 2 ലേഡി കോൺസ്റ്റബിൾമാര് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അങ്ങനെ 2 ലേഡി പോലീസുകാരെ കണ്ടതും പത്മിനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നുകയാണ്. നടക്കാൻ ആവതില്ലെങ്കിൽ പോലും തന്നാൽ കഴിയും വിധം ഊർജ്ജം സംഭരിച്ച് അവൾ ഓടി അവരുടെ അടുത്തെത്തിയ ശേഷം തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് വ്യക്തമായി തന്നെ ഈ 2 സ്ത്രീകളോട് പറയുകയാണ്. പത്മിനി പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടുനിന്ന പോലീസുകാരുടെ കണ്ണിൽ നിന്ന് ധാരയായിട്ട് കണ്ണുനീർ ഒഴുകിയെങ്കിൽ പോലും അവർ പറയാതെ പറയുകയാണ്, ഞങ്ങൾ നിന്നെ സഹായിക്കാൻ നിസ്സഹായരാണെന്ന്. അന്നേ ദിവസം പിന്നീട് ഒരു ക്രൂര മുറകളും അരങ്ങേറിയില്ല. തീയതി ജൂൺ 2, 1992. അന്നേ ദിവസം നമ്മൾ ആദ്യം പറഞ്ഞ ആ 2 ലേഡി കോൺസ്റ്റബിൾമാര് ഡ്യൂട്ടിക്കായിട്ട് ജോയിൻ ചെയ്യാൻ വരികയാണ്. അങ്ങനെ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ പറയുകയാണ്, നിങ്ങൾ ചെമ്പരത്തി എന്ന് പറയുന്ന സിനിമ കണ്ടിരുന്നു എന്ന് ചോദിക്കുകയാണ്. അവർ പറഞ്ഞു ഇല്ല എന്ന് പറയുകയാണ്. ഉടൻ തന്നെ അയാൾ പറയുകയാണ്, വളരെ നല്ല സിനിമയാണ്, നിങ്ങൾ സിനിമ കാണാനൊക്കെ പോയിട്ട് വരാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. ആ പോകുന്ന സമയം ആ 2 ലേഡി കോൺസ്റ്റബിൾമാർക്കും അറിയാമായിരുന്നു ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. മനസ്സില്ലാ മനസ്സോടെ തന്റെ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവ് പാലിക്കുകയല്ലാതെ അവർക്ക് ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. അവരങ്ങനെ സിനിമ കാണാൻ പോവുകയാണ്. അല്പസമയത്തിന് ശേഷം ലോക്കപ്പിൽ കിടന്നിരുന്ന നന്ദകുമാറിനെ കൈബലങ്ങൾ അണിയിപ്പിച്ച് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുവരികയാണ്. അതേ റൂമിലേക്ക് തന്നെ പത്മിനിയെയും കൊണ്ടുവരികയാണ്. ഇതേ സമയം ആ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും നല്ല രീതിക്ക് തന്നെ മദ്യപിച്ചിട്ടുണ്ട്. പത്മിനിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം അതിൽ ഒരു പോലീസുകാരൻ അവളുടെ വസ്ത്രങ്ങൾ എല്ലാം തന്നെ അഴിക്കുകയാണ്. വീണ്ടും വീണ്ടും തൻ്റെ ഭാര്യയുടെ മാനം തൻ്റെ മുന്നിൽ വച്ച് തന്നെ അവർ അപഹരിക്കുന്നത് കണ്ട അയാൾ ആ പോലീസുകാരുടെ കാലിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് കരയുകയാണ്. സാർ, എന്നെയും ഭാര്യയെയും വെറുതെ വിടണം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ്. ഇത്തവണയും ആ പോലീസുകാർ ആരും തന്നെ അവളുടെയോ അയാളുടെയോ കരച്ചിലിന് ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുത്തില്ല. ഇതേ സമയം ആ റൂമിലേക്ക് വന്നിട്ടുള്ള ഇൻസ്പെക്ടർ മറ്റുള്ള ഉദ്യോഗസ്ഥരോടായിട്ട് പറയുകയാണ്, ഞാനാണ് ഇവിടെ സീനിയർ, ആദ്യം എൻ്റെ മൂഴമാണെന്ന്. ഇപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഇനി എന്താണ് സംഭവിക്കാൻ പോവുക എന്ന്.
ആ പോലീസ് ഇൻസ്പെക്ടർ ആ സ്ത്രീയെ ക്രൂരമായി തന്നെ ശാരീരികമായിട്ട് അവിടെ വച്ച് ഉപയോഗിക്കുകയാണ്. അവളെ ക്രൂരമായിട്ട് ബലാത്സംഗം തന്നെ ചെയ്യുകയാണ് മറ്റുള്ള പോലീസുകാരുടെയൊക്കെ മുന്നിൽ വച്ചിട്ട്. തൻ്റെ ആവശ്യം മതിയായി കഴിഞ്ഞപ്പോൾ ആ പോലീസുകാരൻ പുറത്തേക്ക് പോയി. ബാക്കി അവിടെ അവശേഷിച്ചിരുന്ന ഓരോ പോലീസുകാരും തങ്ങളുടെ ഊഴത്തിനായി കാത്തുനിന്ന് ഒരു മൃഗത്തെ ഭോഗം ചെയ്യുന്നത് പോലെ വികലമായിട്ടുള്ള തങ്ങളുടെ എല്ലാ തരത്തിലുള്ള കാമാസക്തിയും ആ സ്ത്രീയിൽ തീർക്കുകയാണ്. അങ്ങനെ എല്ലാ പോലീസുകാരും തങ്ങളുടെ ആസക്തി അടങ്ങിയ ശേഷം റൂമിന് പുറത്തേക്ക് പോയി. ആ സമയം പത്മിനി രക്തത്താൽ കുളിച്ച് ദേഹമെല്ലാം വല്ലാത്ത വേദനയിൽ അവിടെ അർത്ഥബോധത്തിൽ കിടക്കുകയാണ്. ഇതേ സമയം അവളുടെ കാതുകളിൽ തൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം എത്തുകയാണ്. അയാൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വെള്ളം വെള്ളം എന്നായിരുന്നു. തൻ്റെ ഭർത്താവിനെ അതിഗാഠമായിട്ട് പ്രണയിച്ചിരുന്ന ആ സ്ത്രീ അവളുടെ ശാരീരിക അവശതകളെല്ലാം തന്നെ മറന്നിട്ട് ഒരു വിധേന അവള് ആ ചുമരിലെല്ലാം പിടിച്ചെഴുന്നേറ്റ് അടുത്തിരുന്ന കൂജിൽ നിന്ന് വെള്ളവുമായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് നീങ്ങുന്ന സമയമാണ് ആ ക്രൂരനായിട്ടുള്ള വയസ്സനായിട്ടുള്ള കോൺസ്റ്റബിൾ അങ്ങോട്ട് വന്നിട്ട് ആ വെള്ളം തട്ടിക്കളയുകയാണ്. തട്ടിക്കളഞ്ഞുകൊണ്ട് അവളോട് പറയുകയാണ്, നിന്റെ ഭർത്താവിന് വെള്ളം കൊടുക്കണമെങ്കിൽ എനിക്കൊരു ഉമ്മ തരണമെന്ന്. അവൾക്ക് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു അവൾ ഉമ്മ കൊടുത്തില്ലെങ്കിൽ അയാൾ അതിന് സമ്മതിക്കില്ല എന്ന്. മനസ്സില്ലാ മനസ്സോടെ അയാൾ പറഞ്ഞതനുസരിച്ചിട്ട് വീണ്ടും നിലത്തിടുന്ന ഗ്ലാസ് എടുത്ത് കൂജിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വീണ്ടും തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയം അയാൾ വീണ്ടും ആ വെള്ളം തട്ടിക്കളഞ്ഞിട്ട് എൻ്റെ ആസക്തി തീരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടും വലിച്ചഴച്ച് കൊണ്ടുപോയിട്ട് വീണ്ടും ക്രൂരമായിട്ട് തന്നെ അവളെ ശാരീരികമായിട്ട് ഉപയോഗിക്കുകയാണ്. ഓരോ വട്ടവും ഇതേ കാര്യം തന്നെ ആവർത്തിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന അതേ വിഷമം തന്നെ പറയുന്നത് എനിക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എത്ര ക്രൂരമായിട്ടുള്ള മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളതെന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. അങ്ങനെ അയാൾ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതിനിടയിലും പത്മിനി തന്റെ ഭർത്താവായിട്ടുള്ള നന്ദകുമാറിനെ നോക്കുന്നുണ്ട്. അയാൾ വെള്ളത്തിന് വേണ്ടി അവിടെ കിടന്ന് ഞെരുങ്ങുകയാണ്. ആ സ്ത്രീക്ക് അറിയില്ലായിരുന്നു തന്റെ ഭർത്താവിനെ താൻ കാണുന്ന അവസാന കാഴ്ചയായിരിക്കുമെന്ന്. പിറ്റേ ദിവസമാവുകയാണ് ജൂൺ 3-ാം തീയതി. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ പത്മിനി അതേ റൂമിൽ തന്നെയാണ്. പിറ്റേ ദിവസമായി എന്നുള്ളതും അവൾക്ക് മനസ്സിലായി. തപ്പിത്തടഞ്ഞ് അവൾ തന്റെ വസ്ത്രങ്ങളെല്ലാം ഉടുത്ത ശേഷം ആ സ്റ്റേഷന്റെ ഹാളിലേക്ക് വരികയാണ്. അങ്ങനെ സ്റ്റേഷന്റെ ഹാളിലേക്ക് വന്നപ്പോൾ തലേ ദിവസം സിനിമ കാണാൻ പോയിട്ടുള്ള ആ 2 ലേഡീസ് കോൺസ്റ്റബിൾമാർ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് കാണാം. അതേസമയം തന്നെ അവൾ ആ ലോക്കപ്പിലേക്കും മറ്റു പരിസരങ്ങളെല്ലാം തിരയുകയാണ്. അവൾ തിരഞ്ഞത് നന്ദകുമാറിനെ ആയിരുന്നു. എന്നാൽ നന്ദകുമാറിനെ അവിടെ എങ്ങും തന്നെ കണ്ടില്ല. തുടർന്ന് അവൾ ഉടൻ തന്നെ ആ എസ്ഐയുടെ റൂമിലേക്ക് ഓടിച്ചെന്നിട്ട് തന്റെ ഭർത്താവ് എവിടെയെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്, നിനക്ക് അവിടെ ചെന്ന് ജാമ്യം എടുക്കാമെന്നും അറിയിക്കുകയാണ്. അതിനുശേഷം ആ പോലീസുകാർ ഒരു വാനിൽ കയറ്റി പത്മിനിയെ ചിദംബരം പോലീസ് സ്റ്റേഷനിലാക്കുകയാണ്. അങ്ങനെ ചിദംബരം പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം അവളോട് വീട്ടിൽ പോയിക്കോളാനും പോലീസുകാർ പറയുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പുറത്തെത്തിയ പത്മിനി ബസ് കാത്തു നിൽക്കുന്ന സമയം ഒരു ഓട്ടോക്കാരൻ അവളുടെ സമീപത്തുണ്ട്. ഓട്ടോ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നീ നന്ദകുമാറിന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുകയാണ്. അവശയായിട്ടുള്ള ഇവളെ ഇയാൾ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് തുടരുകയാണ്. നിന്റെ ഭർത്താവിനെ അണ്ണാമലൈ പോലീസ് സ്റ്റേഷനിൽ മരിച്ച രീതിക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഈ കാഴ്ച കണ്ട പൊതുജനങ്ങൾ വലിയ രീതിക്ക് കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുകയാണ്. ഇത് കേട്ടതും തന്റെ ഭർത്താവിന് വേണ്ടി ഇത്രയൊക്കെ സഹിച്ച ആ സ്ത്രീക്ക് ഈ വാർത്ത ഒട്ടും തന്നെ താങ്ങാവുന്ന ഒന്നായിരുന്നില്ല. അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. അതേസമയം തന്നെ ആ ഓട്ടോക്കാരൻ അവളെ ഒരു വിധത്തിൽ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് നേരെ അണ്ണാമലൈ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. തന്റെ ഭർത്താവിന്റെ മൃതശരീരം അവസാനമായി ഒരു നോക്ക് കാണുകയാണ്. ആ കാഴ്ച കണ്ട അവള് ഹൃദയം നുറുങ്ങിക്കൊണ്ട് അവിടെയുള്ള പോലീസുകാരെ വലിയ രീതിയിൽ തന്നെ ശപിക്കുകയാണ്. അതല്ലാതെ ആ പെൺകുട്ടിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങളോടായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ താനും തൻ്റെ ഭർത്താവും അനുഭവിച്ച ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ വിളിച്ചു പറയുകയാണ്. ഇത് കേട്ട ചിലർ അവളെയും കൊണ്ട് തഹസിൽദാരുടെ അടുത്തും ഒപ്പം തന്നെ RDOയുടെ അടുത്തും അതേ രീതിയിൽ തന്നെ SP-യുടെ അടുത്തും കംപ്ലൈന്റ് കൊടുക്കുകയാണ്. തനിക്ക് നേരിടേണ്ടി വന്ന ഈ ക്രൂരമായിട്ടുള്ള അനുഭവം ഈ 3 പേരുടെ അടുത്തും മാറി മാറി വീണ്ടും വീണ്ടും പറയേണ്ടി വന്ന അവൾ പലപ്പോഴും ഇതിനിടയിൽ ബോധരഹിതയാവുകയാണ്. അങ്ങനെ അവളെ അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയാണ്. ഒട്ടും വൈകാതെ തന്നെ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തുകയാണ്. ജനങ്ങളെല്ലാം തന്നെ വലിയ സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഇതേ സമയം ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന K. ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ഓൾ ഇന്ത്യ വുമൺ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഝാൻസി റാണിയും കൂടി പത്മിനിക്ക് സഹായ ഹസ്തവുമായി എത്തുകയാണ്. അതിനു പുറകെ ഓരോ രാഷ്ട്രീയ കക്ഷികളും പത്മിനിക്ക് വേണ്ടി സഹായവുമായി എത്തുകയാണ്. വലിയ രീതിക്കുള്ള സമരങ്ങൾ തന്നെ പിന്നീട് തമിഴ്നാട്ടിൽ അരങ്ങേറുകയാണ്. ഗവൺമെന്റിന്റെ വലിയ രീതിക്കുള്ള തലവേദനയായിട്ടുള്ള ഈ കേസ് ഉടൻ തന്നെ CBCIDക്ക് കൈമാറുകയാണ്. അത് അന്വേഷിച്ചിരുന്നത് ഒരു ലേഡി ഇൻസ്പെക്ടർ ആയിരുന്നെങ്കിൽ പോലും പോലീസിന് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന ഒരു തരത്തിലുള്ള റിപ്പോർട്ടാണ് അവർ പുറത്തേക്ക് വിട്ടത്.
അതിനുശേഷം തമിഴ്നാട് DGP ആയിരുന്നുള്ള വ്യക്തി ഈ പത്മിനിയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് ഒരു പത്രസമ്മേളനം എല്ലാം നടത്തുകയും അതും വലിയ രീതിക്ക് വിവാദമാവുകയും ചെയ്യുകയാണ്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥരും തനിക്കെതിരായിട്ട് നിന്നിട്ടും പത്മിനി തന്റെ ഭർത്താവിന്റെ നീതിക്കായിട്ട് തനിക്ക് സംഭവിച്ച അനിഷ്ട സംഭവത്തിന് നീതി കിട്ടാൻ വേണ്ടി അവൾ പോരാടുകയാണ്. ആ പോരാട്ടത്തിന് അവൾക്ക് എല്ലാ പാർട്ടികളും ശക്തമായ പിന്തുണ കൊടുത്തിരുന്നുവെങ്കിൽ പോലും നമ്മൾ ആദ്യം പറഞ്ഞ K. ബാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരുന്നു മുൻപന്തിയിൽ നിന്നിരുന്നത്. വർഷങ്ങൾ ഒരുപാടധികം കടന്നുപോയി. അങ്ങനെ 2011 മാർച്ച് 29 സുപ്രീം കോടതിയുടെ ഫൈനൽ വിധി കേസിൽ വരികയാണ്. 11 പേരിൽ കുറ്റം ചാർത്തപ്പെട്ട ഈ കേസിൽ 4 പേർ മാത്രമാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുകയാണ്. അതിനുശേഷം അവർക്ക് 10 വർഷം കഠിന തടവ് വിധിക്കുകയാണ്. ബാക്കി 7 പേരും തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളൊരു ചിന്ത എന്താണെന്നോ എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. നന്ദകുമാർ കൊല്ലപ്പെട്ടിട്ടും ഇത്രയും ചെറിയ ശിക്ഷ മാത്രമാണോ കിട്ടിയതെന്ന്? അതെ, അത്രയും ചെറിയ ശിക്ഷ മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുള്ള എല്ലാ ഉദ്യോഗസ്ഥരും 3.2 അതായത് കൊലക്കുറ്റം ആ ഒരു പോയിന്റ് എഴുതി ചേർത്തില്ല. അതിന് അവർ മനഃപൂർവ്വം കണ്ടെത്തിയ ഒരു മാർഗം എന്തായിരുന്നു വെച്ചാൽ നന്ദകുമാർ സ്വയം ജീവൻ ഒടുക്കിയതായിട്ടാണ് അവർ റിപ്പോർട്ടുകളിൽ പരാമർശിച്ചിരുന്നത്. ഈ സ്ത്രീ നേരിടേണ്ടി വന്ന ക്രൂരമായിട്ടുള്ള ബലാത്സംഗം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എത്രയൊക്കെയാണെങ്കിലും അധികാരവർഗങ്ങൾ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഒന്നിക്കുമെന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് പത്മിനിയുടെയും നന്ദകുമാറിന്റെയും കാര്യം. ഒരു ഘട്ടത്തിൽ ഈ കോടതിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായിരുന്നുവെങ്കിൽ പോലും നമുക്കറിയാം കോടതിക്ക് തെളിവുകളാണ് വേണ്ടത്. ആ തെളിവുകളുടെ അഭാവത്തിൽ നന്ദകുമാറിന്റെ കാര്യം പിന്നീട് പൊങ്ങി വന്നില്ല. ഒരുപക്ഷെ സുപ്രീം കോടതി വിചാരിച്ചിരുന്നുവെങ്കിൽ വീണ്ടും ഒരു അന്വേഷണം നടത്താൻ സാധിക്കുമായിരുന്നു. എന്തുകൊണ്ടോ സുപ്രീം കോടതിയും അതിൽ വലിയ താല്പര്യം കാണിച്ചില്ല. കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇന്ന് ഈ സമയം സോഷ്യൽ മീഡിയയും നമ്മളിപ്പോൾ എന്ത് ചെയ്താൽ പോലും അതെല്ലാം വീഡിയോയെ പുറത്തു വരുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഒരുപാടധികം അനീതികൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1992 ഒരു സംവിധാനങ്ങളും ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഇല്ലാതിരുന്ന സമയത്ത് എത്ര അധികം ഇത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. എത്രയോ പേര് അവരുടെ ജീവൻ വെടിഞ്ഞിട്ടുണ്ടാവും. എത്രയോ സ്ത്രീകളുടെ മാനം ഈ പോലീസുകാരൊക്കെ കൂടി കവർന്നെടുത്തിട്ടുണ്ടാവും. ഇനി വരുന്ന കാലഘട്ടത്തിലെങ്കിലും അങ്ങനെയുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ സഹജീവികൾക്ക് ആർക്കും തന്നെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇത്രയൊക്കെയാണ് ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ഒരു വാചകം പോലും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എഴുതി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. വീണ്ടും പുതിയൊരു റിയൽ സ്റ്റോറിയുമായിട്ട് ഞാൻ കഴിയും വേഗം വരുന്നതായിരിക്കും. അതിനു മുൻപ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ, ഈ ചെറിയ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.